ഇന്നെന്തായാലും നേരത്തെ എഴുന്നേക്കാൻ പറ്റി. അയ്യോ, ഇന്നാണല്ലോ സ്കൂളിൽ പോകേണ്ട ദിവസം. എന്തായാലും നേരത്തെ എഴുന്നേറ്റാന്നായി. അമ്മ ഓഫീസിൽ പോയോ? വീട്ടിൽ കാര്യം കാണാനില്ലല്ലോ. ഓ, അമ്മ ഓഫീസിൽ പോയെന്നാ തോന്നുന്നു. എന്തായാലും പോട്ടെന്ന് ഫ്രഷ് ആയിട്ട് സ്കൂളിൽ പോവാം. ഓക്കെ, ബാത്റൂമിൽ കയറി അങ്ങനെ ഫ്രഷ് ആവാം നമുക്ക്. ഓക്കെ, കുളിയും ബാക്കി അവരുടെയൊക്കെ കഴിഞ്ഞു. ഇനി എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് നേരെ സ്കൂളിലോട്ട് പോകാം. ഇന്നലെ ഹോംവർക്കൊക്കെ ചെയ്ത് വെച്ചിട്ട് നന്നായി, അതുകൊണ്ട് താമസിച്ചാണ് കിടന്നത്. എങ്ങനെ എന്തായാലും നേരത്തെ എഴുന്നേക്കാൻ പറ്റി. വേഗം ഫുഡ് കഴിച്ച് സ്കൂളിൽ പോയി നോക്കട്ടെ. അത് പറഞ്ഞപ്പോൾ ആലോചിക്കുന്നേ, ആൻഡ്രോയുടെ കാര്യം എന്തായെന്ന് അറിയില്ലോ. അവൻ ഇന്ന് രാവിലെ ഉണ്ടാവാം. എന്തായാലും അവനെ വീട്ടിൽ ചെന്ന് വിളിച്ചു നോക്കാം. നേരത്തെ പോവാൻ എന്തായാലും. എടാ ആൻഡ്രോയെ. എടാ ആൻഡ്രോയെ, നീ സ്കൂളിൽ വരുന്നില്ല? എടാ ബ്രോ നിക്കടാ, ഞാൻ എന്താ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഇറങ്ങട്ടെ. അമ്മേ, ഞാൻ പോവാണേ. എടാ ബ്രോ, കുറച്ച് വേഗം ആട്ടെ, ഇപ്പം തന്നെ സമയമായി. ഇതെന്തായാലും നേരത്തെ വന്നില്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ ഒന്ന് വഴക്കേക്കും. വേഗം വാ, ഈ പാലം കഴിഞ്ഞിട്ടാണ് എന്തായാലും അവിടെ എത്താം. അങ്ങനെ സ്കൂളെത്താറായി. കുറേ നേരത്തെ നടത്തുന്നതിന് ശേഷം സ്കൂളെത്തി. ഇനി എങ്ങനെയും സ്കൂളിനുള്ളിൽ കയറിയാൽ പ്രിൻസിപ്പൾ മാഡം കണ്ടാൽ ഉറപ്പായിട്ടും സ്കൂൾ ക്ലാസ്സിൻ്റെ വെളിയിൽ നിർത്തും. ആരുമില്ല. അങ്ങനെ ക്ലാസ് തുറന്നു. ഇനി വൈകുന്നേരമായിട്ട് വേണം കൂട്ടാടൊപ്പം കളിക്കാൻ പോകാൻ. എന്തായാലും ആൻഡ്രോ ഇന്നില്ലെന്ന് അറിഞ്ഞു. എന്തായാലും ആൻഡ്രോ ഇല്ലാത്തതുകൊണ്ട് വഴി മൊത്തം ബോറടിച്ച് ഒറ്റയ്ക്ക് നടന്നു വരുമായിരുന്നു. ഇല്ല ചേച്ചി, അവന് ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവനെ വിളിക്കാൻ നിന്നില്ല. ഞാനെന്നാ വീട്ടിൽ പോക്കട്ടെ. ആൻഡ്രോയുടെ അമ്മയോട് അവൻ ട്യൂഷന് പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മേ, ഞാൻ വന്നു. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഭക്ഷണം കൊള്ളാം. അതെങ്ങനെ?